നല്ല കട്ട തൈര് വീട്ടിലുണ്ടാക്കുന്ന വിധമാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അതിനായി 1 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. ഇത് ഇനിയും ഒരു തവി കൊണ്ട് നന്നായി തിളയ്ക്കുന്നതനുസരിച്ച് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കി തിളച്ചു കഴിഞ്ഞാലും നന്നായി ഇളക്കി പറ്റിക്കുക. വെള്ളം വറ്റുന്നതനുസരിച്ച് തൈര് നല്ല കട്ട തൈരായിട്ട് കിട്ടും. ഇവിടെ ഞാൻ കാച്ചിക്കൊണ്ടിരിക്കുന്ന പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം തീർത്തും സിമ്മിലാക്കി വീണ്ടും ഇതിലെ വെള്ളം നന്നായി ഇളക്കി പറ്റിക്കുകയാണ്. എങ്കിലേ ഒഴിച്ചു കഴിയുമ്പോൾ കട്ട തൈര് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ അകത്തെ വെള്ളത്തിൻ്റെ അംശം തീർത്തും വറ്റിക്കാവുന്നതാണ്. ഇനിയും ഞാൻ ഈ പാല് കാച്ചുന്നത് ഇവിടെ സ്റ്റോപ്പാക്കുകയാണ്. വെള്ളം നന്നായിട്ട് ഇതിൻ്റെ വറ്റിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കും. ചെറിയ ചൂടോടാണ് ഒഴിക്കുന്നത് ഞാൻ. അപ്പം ഇതങ്ങ് ഓഫാക്കിയേക്കാം. ഓഫാക്കി ഇനി ഒരു അടപ്പും കൊണ്ട് മൂടി വയ്ക്കാം. ഇവിടെ അടപ്പും കൊണ്ട് മൂടുന്നത് ഇതിൽ പെട്ടെന്ന് പാട ചൂടി പോവും, അല്ലെങ്കിൽ പാട ചൂടായിരിക്കാനാണ് അടപ്പ് കൊണ്ട് മൂടുന്നത്. ഒഴിക്കാൻ പോവുകയാണ്. ഇപ്പം ഒഴിക്കാൻ പരുവത്തിന് ചൂടായിട്ടിരിക്കുകയാണ്. ഈ പാട ഞാൻ ഒരു സ്പൂണും കൊണ്ട് ആദ്യം അങ്ങ് കോരി മാറ്റും. അതിനുശേഷമാണ് ഒഴിക്കുന്നത്. ഒഴിക്കാനായിട്ട് തൈര് എടുത്തിട്ടുണ്ട്. ഇത് 2 സ്പൂണ് തൈര് മതി. 2 ടേബിൾ സ്പൂണ് തൈര് മതി. ഇതൊന്ന് ഉടച്ചെടുക്കാം. ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഒഴിക്കുന്നത്. ഏറ്റവും ഒഴിക്കാൻ നല്ലത് മൺപാത്രമാണ്. അതിനുശേഷം ചില്ലുകുപ്പികൾ, ചില്ല് പാത്രങ്ങൾ, പിന്നെ മൂന്നാമത് സ്റ്റീൽ പാത്രങ്ങൾ. അലൂമിനിയത്തിലൊന്നും ഒഴിച്ച് വെക്കാതിരിക്കുകയാണ് നല്ലത്. ഇനിയും ഒഴിക്കാൻ ആരംഭിക്കാം. ആദ്യമായിട്ട് ഈ പാല് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. പാട വേണ്ട. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും തൈര് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കണം. തൈര് ഉടച്ചു വെച്ചു. 1 സ്പൂൺ തൈരെടുക്കാം. പാലിലേക്ക് പിഴിക്കാം. വീണ്ടും 1 സ്പൂണൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം ഒരേമായിട്ട്. റബ്ബറും കറി ഒഴിച്ച് എനിക്ക് നല്ല പരിചയമാണ്. അതേമാതിരി ഒന്ന് ഇളക്കി എല്ലായിടവും കൂടി ഉറച്ചെല്ലത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം.
മതിയായി. ഇനിയും അടച്ച് വയ്ക്കാം. വൈകാറാകുമ്പോഴത്തേക്കിന് ഇത് നന്നായി ഉറഞ്ഞ് കിട്ടും. ഇനിയും ഒരടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. ഇതാ ഞാനൊരു അടപ്പ് കൊണ്ട് മൂടി വെച്ചു. ഇനിയും ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കട്ടെ. യാതൊരു ശല്യവും ചെയ്യാൻ പോകട്ടെ. ഇനിയും പിന്നെ നമുക്ക് നമ്മുടെ തൈരായിട്ട് കാണാം. ഇതിനെ അത്രയും നേരം ഈ പാലിനോട് ബൈ പറയാം. ഞാൻ ഒരു 11 മണിയായപ്പോൾ ഉറയൊഴിച്ചതാണ്. കണ്ടോ, ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടുണ്ട്. നല്ലതായിട്ട് ഉറയായി നല്ല കട്ട തൈരായി മാറിയേക്കുകയാണ്. സ്വല്പം കൂടെ നേരം ഇരുന്നാലത് നല്ല കട്ട തൈരാകും. ഇപ്പം തന്നെ കണ്ടാൽ അറിയാം. ഇങ്ങനെയാണ് ഞാൻ കട്ട തൈരുണ്ടാക്കുന്നത്.